നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസ്. SFIO പിടിച്ചെടുത്ത രേഖകൾ ഇഡിക്ക് ഉടൻ കൈമാറില്ല. 25,000-ലധികം പേജുകൾ അനുബന്ധ രേഖകളായി ഉണ്ടെന്നും ഉടൻ കൈമാറാൻ ബുദ്ധിമുട്ടാണെന്നും വിചാരണ കോടതി ഇഡി അറിയിച്ചു. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് കോടതി ഇഡിക്ക് കൈമാറിയിരുന്നു. സർട്ടിഫൈഡ് പകർപ്പാണ് എറണാകുളം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇഡിക്ക് കൈമാറിയത്. 1 വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് SFIO കുറ്റപത്രം സമർപ്പിച്ചത്. കമ്പനികാര്യ വകുപ്പിലെ 144, 145, 447 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഈ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിക്കുകയും കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇഡി കോടതിയിൽ അപേക്ഷ നൽകിയത്. അഴിമതി കേസിൽ അറസ്റ്റിലായ റേഞ്ച് ഓഫീസറെ തിരിച്ചെടുത്തു. അഴിമതി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം പാലോട് റേഞ്ച് ഓഫീസറെ തിരിച്ചെടുക്കാൻ വനമന്ത്രി AK ശശീന്ദ്രന്റെ ഇടപെടൽ. ഈ മാസം 30-ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥന് സർവീസ് ആനുകൂല്യം ലഭിക്കാനാണ് തിരക്കിട്ടുകൊണ്ട് തിരിച്ചെടുക്കാനുള്ള ഉത്തരവിറക്കിയത്. പാലോട് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെയാണ് വനമന്ത്രിയുടെ ഇടപെടലിലൂടെ തിരിച്ചെടുക്കാൻ ഒരുങ്ങുന്നത്. നിരവധി കേസിലെ പ്രതിയായ സുധീഷ് കുമാറിനെ പിരിച്ചുവിടാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവും വനമന്ത്രി ഇടപെട്ട് തള്ളിയെന്നാണ് റിപ്പോർട്ട്. പാചകവാതക സിലിണ്ടറിന് വില കുറച്ച എണ്ണ കമ്പനികൾ. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ പാചകവാതക ഗ്യാസ് സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചത്. 15.50 രൂപയാണ് കുറച്ചത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വിലകൾ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഈ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഗുണം ചെയ്യും. പുലിപ്പല്ലി കേസിൽ തൽക്കാലം അന്വേഷണം തുടരേണ്ടതില്ല വനംവകുപ്പ്. റാപ്പർ വേടനെതിരായ പുലിപ്പല്ലി കേസിൽ അന്വേഷണം തൽക്കാലം തുടരേണ്ടതില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ ധാരണ. വകുപ്പ് മന്ത്രിയുടെ നിലപാട് സേനയുടെ വീര്യം കെടുത്തിയെന്നാണ് ഉദ്യോഗസ്ഥർക്കിടയിലെ അഭിപ്രായം. മന്ത്രിയുടേത് കയ്യടിക്ക് വേണ്ടിയുള്ള നിലപാട് മാറ്റമെന്നും വിമർശനമുണ്ട്. പൊതുസമൂഹത്തിന്റെ വികാരം മാനിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ടെന്നും സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ അത് വേടനും ലഭിക്കണമെന്നുമാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്നത് വേടൻ കോടതിയിൽ തെളിയിക്കണമെന്നായിരുന്നു വനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. വിഴിഞ്ഞം കമ്മീഷനിംഗ്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 1ാം ഘട്ട കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. 8 മണിയോടെ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് രാജ്ഭവനിലേക്ക് പോയത്. കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ വിഴിഞ്ഞത്തും പരിസര പ്രദേശത്തുമായി സുരക്ഷയുടെ ഭാഗമായി പോലീസ് വിന്യാസമുണ്ട്. നഗരത്തിലുൾപ്പെടെ 1000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10:15 പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമായിരിക്കും പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് പോവുക. 10:30-ന് വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി MSC സെലസ്റ്റിനോ മരാസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിക്കും. തുടർന്ന് തുറമുഖം സന്ദർശിച്ച ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. 12:30 തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹം യാത്ര തിരിക്കും. നാളെ കമ്മീഷനിംഗ് നടക്കാനിരിക്കെ വിഴിഞ്ഞം തുറമുഖത്ത് ബോംബ് ഭീഷണി. മേഖലയിൽ SPG നിയന്ത്രണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യത്തിൽ SPG നിയന്ത്രണത്തിലാണ് വിഴിഞ്ഞം തുറമുഖ മേഖലയുള്ളത്. അതിനാൽ തന്നെ ബോംബ് ഭീഷണി വ്യാജമാകുമെന്നാണ് വിവരം. മലപ്പുറത്തൊരു കേന്ദ്രത്തിലാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. എന്നാൽ ഇത് എവിടെയാണെന്ന് വ്യക്തമായിട്ടില്ല. സ്വന്തം പൗരന്മാരെ കൈയൊഴിഞ്ഞ പാകിസ്ഥാൻ. വാഗ അതിർത്തി അടച്ചു. ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന പാക് പൗരന്മാരെയും അതിർത്തി കടക്കാൻ പാകിസ്ഥാൻ അനുവദിക്കുന്നില്ല. അതേസമയം പാക് പൗരന്മാർ ഏപ്രിൽ 30-നകം രാജ്യം വിടണമെന്ന ഉത്തരവിൽ ഇന്ത്യ ഇളവ് വരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള യാത്ര, ആശയവിനിമയ ബന്ധങ്ങളും ഇന്ത്യ തകർക്കും. സമുദ്രാതിർത്തിയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷ ശക്തമാക്കി. കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള കപ്പൽ ഗതാഗതം ഇന്ത്യ നിർത്തിവെക്കും. പാകിസ്ഥാനുമായുള്ള പോസ്റ്റൽ സർവീസും നിർത്തലാക്കും. ലാഹോറും ഇസ്ലാമാബാദും വ്യോമപാത നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോട്ടലിൽ വൻ തീപിടുത്തം, 4 മരണം. അജ്മീറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 പുരുഷന്മാരും 1 സ്ത്രീയും 4 വയസ്സുള്ള ഒരു കുട്ടിയുമാണ് മരിച്ചത്. അജ്മീറിലെ ഡിഗ്ഗി ബസാറിലെ ഹോട്ടൽ നാസിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 8 മണിയോടെ ആരംഭിച്ച അഗ്നിബാധ മിനിറ്റുകൾക്കുള്ളിൽ ഹോട്ടലിനെ ആകെ വിഴുങ്ങി. ജീവൻ രക്ഷിക്കാൻ ആളുകൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ചാടി. ശ്വാസം മുട്ടിയും പൊള്ളലേറ്റുമാണ് മരണം സംഭവിച്ചതെന്ന് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ സമരിയ പറഞ്ഞു. അഗ്നിബാധ ഉണ്ടാകുമ്പോൾ ഡൽഹിയിൽ നിന്നും അജ്മീർ കാണാൻ വന്നവർ അടക്കം നിരവധി പേർ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്.
വൈറ്റിലയിൽ സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച അനാശാസ്യം. സംഭവത്തിൽ 11 യുവതികളെ ഹോട്ടലിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോട്ടലിലെ സ്പായുടെ മറവിലാണ് അനാശാസ്യം നടത്തിയതെന്ന് റിപ്പോർട്ട്. പോലീസ് ഡാൻസ് ഓഫിന്റെ സംഘമാണ് വൈറ്റിലയിലെ 4 സ്റ്റാർ ഹോട്ടലായ ആർട്ടിക്കിൽ ആദ്യം പരിശോധനയ്ക്കെത്തിയത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഹോട്ടലുകളിലെല്ലാം പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെയും നിരീക്ഷണത്തിലാണ്. ഇതിനിടെയാണ് സംശയത്തെ തുടർന്ന് വൈറ്റിലയിലെ ഹോട്ടലിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഹോട്ടലിലെ സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന 11 യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഹൈമാസ് ലൈറ്റുകളിൽ MLA-മാരുടെ ചിത്രം നീക്കാൻ ഉത്തരവ്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയും പരാതി. MLA-മാരുടെ ചിത്രബോർഡുകൾ നീക്കം ചെയ്ത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോങ്ങാട്, ആലത്തൂർ നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാപിച്ച മിനിമാസ് ലൈറ്റ്, ഹൈമാസ്റ്റ് വിളക്കുകാലിൽ MLA-മാരുടെ ചിത്രമടങ്ങിയ വൈദ്യുത ബോർഡ് സ്ഥാപിച്ചതിനെതിരെ ബോവൻ മാട്ടുമന്ത കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറെ സംഭവം അന്വേഷിക്കാൻ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. തൊട്ടു പിന്നാലെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സമാനമായ പരാതിയുമായി കോൺഗ്രസ് പുറത്താക്കിയ നേതാവ് ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി. ഹൈമാസ് ലൈറ്റുകളിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫോട്ടോ വെക്കുന്നതിനെതിരെയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. ഫോട്ടോയിൽ ലൈറ്റ് സ്ഥാപിച്ചതിനാൽ കൂടുതൽ വൈദ്യുതി ഉപയോഗമുണ്ടെന്നും ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ചിലവുണ്ടാക്കുന്നുണ്ടെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റുകളിലെ MP യുടെ ഫോട്ടോ ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.